ഇടിച്ചിട്ടില്ല. ഇല്ല. എന്നാലും പുള്ളി എന്റെ അമ്മ ഇനി ഇയാളെങ്ങാനും മറുപടി പറഞ്ഞ് നമ്മളെ തളർത്തി കളയോ എന്നൊരു ടെൻഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പേര് പറയില്ല, പേര് വേണ്ട, എനിക്ക് അറിയണ്ട. അപ്പൊ ഒരാളിങ്ങനെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഇടപെട്ട്, അല്ല സാർ അത് ഇങ്ങനല്ലേ എന്ന് എടുത്തു ചോദിച്ചു. പുള്ളി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി ആളെ നിർത്തി. എന്നിട്ട് അപ്പൊ എന്നേക്കാൾ ഈ വിഷയത്തിൽ നല്ല ധാരണ ഹാഷ്മിക്കാണ്. ഇനി ഹാഷ്മി ആ വിഷയത്തിൽ തുറന്ന് സംസാരിച്ചു. ഞാൻ അല്ല സാർ താങ്കൾ പറയും സാർ. ഇല്ല, എന്നേക്കാൾ ആ വിഷയത്തിൽ ധാരണ ഹാഷ്മിക്കാണ്. ഇനി ഹാഷ്മി ആ വിഷയത്തിൽ തുറന്ന് സംസാരിച്ചോളൂ. പുള്ളി എഴുന്നേറ്റ് പോകുന്നില്ല. പുള്ളി അവിടെ തന്നെ ഇരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സീനിയർ ആളാണ്. അതിനുശേഷം ഞാൻ വിളിച്ചു. എന്ത് ഞാനത് നമ്മൾ മാക്സിമം സമയത്ത് പുള്ളി ഒന്ന് സോപ്പിട്ട് ഒന്ന് സോൾവ് ആക്കാൻ ശ്രമിച്ചു. പക്ഷെ പുള്ളി അത് വഴങ്ങിയില്ല. പുള്ളി അങ്ങനെ ഇരുന്നു 1 മണിക്കൂർ, ബാക്കി സമയം മൊത്തം. പിന്നീട് ആ ഗസ്റ്റിന്റെ അടുത്തേക്ക് പോയില്ല എന്നുള്ളതായിരുന്നോ? രണ്ടോണം പോയി പുള്ളി ഇത് ആവർത്തിച്ചോണ്ട്. ഓ എന്റെ അമ്മയെ ലൈവിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ അല്ലേ, നമ്മൾ ലിഭിനായി പോകുന്ന ചില സമയങ്ങൾ അല്ലെ. വേറൊരു തവണ, അത് ഞാൻ പേര് പറയില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, പാവ മനുഷ്യനാണ്. അപ്പൊ ഒരു തവണ രാവിലെയുള്ള സമയം ഒരു ചർച്ചയ്ക്കകത്ത് സംസാരിച്ചു. പുള്ളി പിണങ്ങിയിട്ട് മൈക്കൊക്കെ ഊരിട്ട് പോയി. അപ്പൊ ഞാൻ ചർച്ച ഇറങ്ങിയപ്പോ എനിക്കൊരു കുറ്റബോധം. ഇപ്പൊ പ്രായമുള്ള മനുഷ്യനാണ്, കുറച്ച് വയോധികനായിട്ടുള്ള മനുഷ്യനാണ്. നമ്മളെ വിഷയത്തിന്റെ പുറത്താണ് പുള്ളിയോട് അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഞാൻ ആ പുള്ളിയെ പോയി കാണാമെന്ന് വിചാരിച്ചു. പുള്ളി ഒരു ഫ്ലാറ്റിലാണ് പുള്ളിയുടെ വീട്. ഞാൻ ഫ്ലാറ്റിന്റെ സ്ഥലപ്പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഫ്ലാറ്റിൽ പോയി മുട്ടി. പുള്ളി മാത്രമേ ഉള്ളൂ. ഞാൻ പോയി കാര്യം എത്ര നമ്മൾ വില വെക്കുന്ന മനുഷ്യനാണ് പറഞ്ഞത്. അപ്പൊ അവിടെ പോയിരുന്ന പുള്ളി ഒരു പാത്രത്തിൽ നിറയെ ലവില് നനച്ചവിലാണ്, നനയ്ക്കാത്തവില കൊണ്ടുവച്ചു. കഴിക്കുമോനെ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിച്ചു. ഇതാണ് കടിച്ച ചവ കൊള്ളുന്നുമില്ല. പുള്ളി എന്നെ അവിടെ ഇരുത്തി അത് മൊത്തം കഴിപ്പിച്ചു. സ്നേഹത്തോടെ കഴിപ്പിച്ചു, അല്ലാതെ വേറൊന്നുമല്ല. അത് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പുള്ളി കഴിപ്പിച്ചു. എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു മോനെ, അതൊരു പ്രശ്നം കാര്യത്തിലില്ല. ഇപ്പൊ പുള്ളി നല്ല സുഹൃത്താണ്, ഒരു പ്രശ്നമില്ല പുള്ളിയായിട്ട്. ഉണങ്ങി അവലുണ്ടല്ലോ, അത് കഴിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടന് ഏറ്റവും എളുപ്പമുള്ള ഒരു ടാസ്ക് തരട്ടെ. അതായത് ചേട്ടന്റെ സമകാലീനരായ അല്ലെങ്കിൽ മുതിർന്ന കുറച്ച് മാധ്യമപ്രവർത്തകരുടെ പേര് പറയാം, വളരെ പ്രശസ്തരായ മാധ്യമപ്രവർത്തകർ. ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചേട്ടനെ എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചേട്ടൻ എന്ത് സ്വീകരിക്കും എന്ന് പറയണം. അപ്പൊ ആദ്യത്തെ ആള് ശ്രീകണ്ഠൻ നായർ സാർ. സാറിന്റെ എടുക്കാൻ പറ്റിയ ക്വാളിറ്റി ഹാർഡ് വർക്ക് ആണ്. അങ്ങനെ ഹാർഡ് വർക്ക് ചേട്ടനെ കണ്ട് ഇംപ്രസ് ചെയ്ത ഒരു സംഭവം ഉണ്ടോ? എല്ലാ ദിവസവും കാണുകയുള്ളൂ. സാറ് നമ്മുടെ MD ആണ്, ചീഫ് എഡിറ്ററാണ് എന്ന് പറയുമ്പോൾ പോലും സാറ് കൂടെ രാവിലെ ഉണ്ട്. 7 to 10 ഉള്ള മോർണിംഗ് ഷോയിൽ സാറ് മിക്കവാറും പരമാവധി നേരത്തെ സാർ 6:30 സാർ എത്തും.